കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണാവസ്ഥയിലായിരുന്ന കൃഷിഭവൻ കെട്ടിടം പൊളിച്ച് പുതുതായി നിർമ്മിച്ച തിരുവമ്പാടി സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. ട്രഷറി ബിൽ മാറുന്നതിന്റെ സാങ്കേതികത്വവും കരാറുകാരന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടുന്ന കാരണങ്ങളാൽ പ്രവൃത്തി ഇടയ്ക്ക് സ്തംഭനാവസ്ഥയിലാവുകയും തുടർന്ന് കരാർ കാലാവധി നീട്ടി നൽകുകയുമായിരുന്നു. 2022 ഒക്ടോബറിൽ ലിൻഡോ ജോസഫ് MLA ശിലാസ്ഥാപനം നിർവഹിച്ച കെട്ടിടമാണ് 3.25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ്, ഇന്റീരിയർ പ്രവൃത്തികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. IT, ഫർണിച്ചർ പ്രവൃത്തികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ഈ മാസം അവസാനത്തോടെ ഉദ്ഘാടനം നടത്താനാണ് നീക്കം. ലിൻഡോ ജോസഫ് MLAയുടെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച ആലോചനാ യോഗം ചേർന്നു. ജോർജ് തോമസ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 2023 ജൂലൈയിലാണ് കൃഷിഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന KSRTC സബ് ഡിപ്പോയ്ക്ക് സമീപമായി കുറ്റ്യാടി റോഡിലാണ് സ്മാർട്ട് കൃഷിഭവൻ MLA ഫണ്ടും നബാർഡ് ഫണ്ടും ഉപയോഗിച്ച് പണിതിരിക്കുന്നത്. ലിൻഡോ ജോസഫ് MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 40 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് താഴത്തെ നില പണിതത്. കൃഷിവകുപ്പ് നബാർഡ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.13 കോടി രൂപ തുടർ പ്രവൃത്തികൾക്കും ഉപകരണങ്ങൾക്കുമായി അനുവദിക്കുകയുണ്ടായി. 2 കരാറുകാരാണ് പ്രവൃത്തി ഏറ്റെടുത്തത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ പുല്ലൂരാംപാറ പള്ളിപ്പടി കൃഷി വിപണന കേന്ദ്രത്തിലാണ് കൃഷിഭവന്റെ പ്രവർത്തനം. കേരള പ്രണാമ ന്യൂസ്, കോഴിക്കോട്.